തൃശൂർ ജില്ലയിലെ കുന്നംകുളം നഗരസഭ പിടിക്കാനുള്ള ശ്രമം ഇടതുമുന്നണി ഊർജിതമാക്കി. 15 സീറ്റുകൾ നേടി വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷത്തിന്റെ അഭാവമാണ് ഇടതുമുന്നണിയെ കുഴയ്ക്കുന്നത്. RMPയുടെ പിന്തുണ ഇവിടെ നിർണായകമാണ്. അതേസമയം BJPയുമായി ചേർന്ന് കഴിഞ്ഞ തവണത്തേതുപോലെ ഭരണത്തിലെത്താനുള്ള ശ്രമം UDFും തുടങ്ങി. 37-ൽ 15 സീറ്റുകൾ ഇടതുമുന്നണി നേടിയപ്പോൾ കുന്നംകുളത്ത് UDF ലഭിച്ചത് 12 സീറ്റുകൾ. 7 അംഗങ്ങളുമായി BJPയും 3 സീറ്റുകൾ നിലനിർത്തി RMPയും നഗരസഭയുടെ ഭാഗധേയം നിർണ്ണയിക്കുമ്പോൾ അമരത്ത് ആരാകുമെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഏവരും ഉറ്റുനോക്കുന്നത് RMPയുടെ നിലപാട് തന്നെയാണ്. സംഘടനയ്ക്ക് ക്ഷീണമാകും എന്നതിനാൽ RMP ഇക്കുറി UDFിനൊപ്പം നിൽക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്കൊപ്പമുള്ള സഖ്യവും അസ്ഥാനത്താണ്. അതിനാൽ നഗരഭരണം ആര് നടത്തണമെന്ന നിർണായക വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനാണ് RMPയുടെ തീരുമാനം. ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് യോജിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ വ്യക്തികളോ കുന്നംകുളം നഗരസഭയ്ക്കകത്ത് ഇപ്പോൾ ജയിച്ചു വന്നിട്ടില്ല. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മഹിളാ അസോസിയേഷൻ നേതാവ് സീതാ രവീന്ദ്രനെ മത്സരിപ്പിക്കുമെന്ന് CPIയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം BJPയെ ഒപ്പം നിർത്തിയുള്ള ഭരണ തുടർച്ചയെന്ന സാധ്യത UDFിന്റെ പ്രാദേശിക നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ സമാനമായ സഖ്യമായിരുന്നു കുന്നംകുളം നഗരസഭ ഭരിച്ചിരുന്നത്. എന്നാൽ ഇരു പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം നിലവിൽ ഇത്തരത്തിലുള്ള സഖ്യസാധ്യതയെ തള്ളിയ സാഹചര്യത്തിൽ കുന്നംകുളം ആര് ഭരിക്കുമെന്ന് കണ്ടറിയണം. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.